സർ, ഞാൻ ഈ ബുക്ക് കിട്ടിയിരിക്കുന്ന IPL ബയോളജിക്കൽ ലിമിറ്റഡ് ഏരിയ മാനേജറായിട്ട് ഇടുക്കി മൊത്തം നോക്കുന്നുണ്ട് സർ. എനിക്ക് ടോട്ടൽ 13 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഈ കാടമ ഫീൽഡിൽ. ഈ 13 വർഷവും ഞാൻ മൈക്രോബയൽ കമ്പനിയിലാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. 13 വർഷവും ഞാൻ കെമിക്കൽ കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടില്ല. 13 വർഷവും മൈക്രോബയൽ കമ്പനിയിൽ മാത്രമേ വർക്ക് ചെയ്തിട്ടുള്ളൂ. ഇന്ത്യയിൽ മൈക്രോബയൽ കമ്പനി എന്ന് പറയുന്നത് ഇതാണ് ഉള്ളത്. ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് കമ്പനി. ഇതൊരു MNC കമ്പനിയാണ്. പല രാജ്യങ്ങളിൽ ഇവർ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിനകത്ത് കണ്ട് മൈക്രോബോട്ട് എന്ന് പറഞ്ഞൊരു സംഭവം ഇട്ടിട്ടുണ്ട്. മൈക്രോബോട്ട് ടെക്നോളജി ബുക്കിന്റെ ഫ്രണ്ടിൽ. ഈ മൈക്രോബോട്ട് ടെക്നോളജി എന്ന് പറയുന്നത് ഹ്യൂമന്റെ, അതായത് നമ്മുടെ മനുഷ്യന്റെ മനുഷ്യന്റെ ഒരു ഇതും ഇല്ലാതെ ഫുള്ളി ഓപ്പറേറ്റ് ബൈ കമ്പ്യൂട്ടർ വഴി ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് ഇത്. എന്തിനാണ് ഇതെന്ന് വെച്ചാൽ, ഇപ്പം വിപ്രകീടങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ സ്ട്രെയിൻസും ബ്രാക്കും എന്ന് പറയും. അതായത് ഇതിങ്ങനെ തന്നെ കൾച്ചർ ചെയ്തിട്ട് അതേപടി കൊടുക്കുന്നത് ബ്രാക്ക്, കൾച്ചർ ചെയ്തിട്ട് അതേപടി കൊടുക്കുന്നത്. നമ്മൾ അതിനകത്തുള്ള സെൽസ് മാത്രം സെപ്പറേറ്റ് എടുത്തിട്ട് അത് ബാക്ക് ചെയ്ത് ബോട്ടിലേക്ക് കൊടുക്കും. അതാണ് ഈ മൈക്രോബോട്ട് ടെക്നോളജി എന്ന് പറയുന്നത്. ഹ്യൂമന്റെ ഒരു അപ്പീരിയൻസും അതിനകത്ത് ഉണ്ടാകത്തില്ല. എന്തുകൊണ്ടാണ് ഹ്യൂമന്റെ അപ്പീരിയൻസ് ഇല്ലാത്തെന്ന് പറഞ്ഞാൽ, കണ്ടാമിനേഷൻ ആകാൻ പാടില്ല. ഇപ്പം നമ്മൾ ട്രൈക്കോഡർമ എന്ന് പറയുന്നു, സൂഡോമോണസ് എന്ന് പറയുന്നു, ബെവേരിയ എന്ന് പറയുന്നു, മെറ്റാറേഷൻ എന്ന് പറയുന്നു. ഇത് കണ്ടാമിനേഷൻ ആയി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഫുൾ പ്രയോജനം കിട്ടത്തില്ല. അതാണ് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ബുക്കിൽ എഴുതിയിരിക്കുന്നത് എല്ലാം തന്നെ ഈ 16 വർഷമായിട്ട് ഇവിടെ നമ്മൾ കണ്ട് അല്ലെങ്കിൽ നമ്മൾ കൊടുത്തിട്ട് നമുക്ക് കിട്ടിയ അറിവുകൾ മാത്രമേ ഈ ബുക്കിനകത്തുള്ളൂ. എക്സ്ട്രാ ഒരെണ്ണം പോലും എഴുതിയിട്ടില്ല. ഈ കമ്പനിയിൽ 54 പ്രോഡക്റ്റ് ഉണ്ട്. പക്ഷെ ഈ ബുക്കിനകത്ത് 15 പ്രോഡക്റ്റ് ആണ് എഴുതിയിരിക്കുന്നത്. ഈ 15 പ്രോഡക്റ്റും ബുക്കിൽ എഴുതിയിട്ടുണ്ടോ അത് 100% സത്യമായിരിക്കും. അതിനകത്ത് യാതൊരു ഇതുമില്ല. പിന്നെ ഇവിടെ ഇപ്പൊ സാറ് മുമ്പ് സംസാരിച്ചപ്പോൾ പറഞ്ഞായിരുന്നു കെമിക്കലിന്റെ കൂടെ ചേർത്ത് ഉപയോഗിക്കാൻ പാടില്ലെന്ന് പറഞ്ഞായിരുന്നു. പലർക്കും ഈ സംശയം ഉണ്ടാകാം. പക്ഷെ 100% ഈ കമ്പനിയുടെ പ്രോഡക്റ്റ് നിങ്ങൾ കെമിക്കലിന്റെ കൂടെ ഉപയോഗിച്ച് റിസൾട്ട് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ കൊടുത്തു കാണിച്ചിട്ടുണ്ട്. ഏതൊക്കെ കൂടെ വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷെ ടാങ്ക് മിക്സിംഗേ പാടുള്ളൂ. ഈ കുപ്പി ഇപ്പൊ ഓരോ കുപ്പി വെച്ചിട്ടില്ല, ഒരു കുപ്പി വെച്ചിട്ടുണ്ട്. ഈ കുപ്പി പൊട്ടിച്ചു കഴിഞ്ഞാൽ ഇതൊന്ന് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തുള്ളത് ഇൻഗ്രീഡിയൻ്റ് ഒരു മുട്ടയാന്ന് വെച്ചു. ആ മുട്ട പൊട്ടിച്ച് പുറത്ത് വരാൻ 24 മണിക്കൂർ സമയമെടുക്കും. 24 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നീട് ഇതോട് ക്രോവിംഗ് സ്റ്റേജാണ്. ഇങ്ങനെ വളർന്നുകൊണ്ട് ഈ 24 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ എതിന്റെ കൂടെ വേണമെങ്കിൽ മിക്സ് ചെയ്ത് സ്റ്റോർ ചെയ്യാൻ പാടില്ല. ഇന്ന് മിക്സ് ചെയ്ത് നാളെ ഉപയോഗിക്കാം എന്ന് പാടില്ല. അതുപോലെ തന്നെ ഈ കുപ്പി പൊട്ടിച്ചു കഴിഞ്ഞാൽ മിച്ചം വയ്ക്കാൻ പാടില്ല. പിന്നെ ഇതിനകത്ത് ഓരോ പ്രോഡക്റ്റിനകത്തും ഇതിനകത്ത് എന്തൊരു കൗണ്ട് ഉണ്ടെന്ന് ആ ബോട്ടിലിൽ തന്നെ ഉണ്ടാകും. ഉദാഹരണത്തിന് 2 × 10⁹ എന്ന് പറഞ്ഞൊരു വേർഡുണ്ട്. ഇപ്പോൾ ആ ബുക്കിലും ഉണ്ട്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് 10 × 9 ഉദാഹരണത്തിന് 100 കോടി മൈക്രോബ്സ് ആണ് പെർ ml ഉള്ളത്. ഇത് ഓപ്പൺ ചെയ്ത് അല്ലെങ്കിൽ കൾച്ചർ ചെയ്ത് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതിന്റെ കൗണ്ട് കുറയും. ഇത് 5 ആയി കഴിഞ്ഞാൽ 10,000 ലിറ്റർ വേണം ഇതിന്റെ റിസൾട്ട് കിട്ടാൻ. ഇതിന്റെ കൗണ്ട് ഉള്ളത് 2 × 10⁹. ഇത് കൾച്ചർ ചെയ്യുമ്പോൾ കണ്ടാമിനേഷൻ ആയി കുറഞ്ഞു കഴിഞ്ഞാൽ ഇത് 1 ലിറ്റർ ഉപയോഗിക്കുന്നത് 10,000 ലിറ്ററും വേണം ആ റിസൾട്ട് കിട്ടാൻ വേണ്ടി. അപ്പം നമ്മൾ കൾച്ചർ ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതങ്ങനെ കൾച്ചർ ചെയ്യാനുള്ള ഇത് നമ്മൾ പറയാറില്ല. ഡയറക്റ്റ് അപ്ലൈ ചെയ്യുക. 100 ലിറ്ററിന്റെ ലിക്വിഡ് ആണെങ്കിൽ 200 മില്ലി, പൗഡർ ആണെങ്കിൽ 250. സിട്രിക് സോളിഡ് ആ DAP ബാഗിനകത്ത് താഴെ ഉള്ളത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. താഴെ ഉള്ളത് വാട്ടർ സോളിഡ് 39.5% എന്ന് പറഞ്ഞാൽ 9.8 കിലോ. സിട്രിക് സോളിഡ് 10.58 കിലോ. അതായത് ഒരു 100 കിലോയുടെ DAP വാങ്ങിക്കുമ്പോൾ നമുക്ക് 19.66 കിലോയുടെ DAPയുടെ യൂസേജ് ഇവിടെ കിട്ടുന്നുണ്ട്. ബാക്കി ഒന്നെങ്കിൽ വേപ്പറേഷൻ ആയി പോകുന്നു, അല്ലെങ്കിൽ മണ്ണിൽ അയണിക് ഫോം ആയിട്ട് സ്റ്റോർ ആയി പോകുന്നു.
അപ്പൊ ഇത് നമുക്ക് ക്ലിയർ ആക്കിയാൽ തന്നെ നമുക്ക് മണ്ണിന്റെ BH ഒക്കെ ക്ലിയർ ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഇതുപോലെ ഓരോ വളത്തിലും 10-20 ആയാലും ഫാക്ടം പാസ് ആയാലും ഇനി അമോണിയ ഫെർട്ടിലൈസർ അതിന്റെ സയൻസ് എടുത്ത് നോക്കിയാൽ ഇങ്ങനെ തന്നെ ഉണ്ടാകും. അപ്പൊ മണ്ണിൽ സ്റ്റോർ ആകുന്നതോളം അസിഡിറ്റി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെ അസിഡിറ്റി ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഫിസോലിയ ഉണ്ടാകും, കൃത്യം ഉണ്ടാകും, പൈറ്റോത്തോറ ഉണ്ടാകും, തട്ടമറിച്ചിലുണ്ടാകും, അണുകളുണ്ടാകും, കോട പൊടിച്ചത്, സ്റ്റെമ്പ് ഒടിയുന്നത്, ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും വന്നുകൊണ്ടിരിക്കും. ഇപ്പം നെമറ്റോഡ് ഇല്ലാതെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് നെമറ്റോഡും ഫിസോലിയും പിത്തിയം പൈറ്റോത്തോറ ഇതില്ലാത്ത തോട്ടമില്ല. എല്ലായിടത്തും നെമറ്റോഡുണ്ട്. നെമറ്റോഡ് ഇല്ലാതെ തോട്ടമില്ല. അങ്ങനെ നെമറ്റോഡ് ഇല്ലെങ്കിൽ ഒന്നുകിൽ അത് പഴയ ചെടിയായിരിക്കും, അല്ലെങ്കിൽ മണ്ണിന് നല്ല ലൂസ് മണ്ണായിരിക്കും. ഇതുണ്ടെങ്കിൽ നെമറ്റോഡ് ഉണ്ടാകില്ല, അല്ലെങ്കിൽ ഉറപ്പായിട്ടും ഇപ്പം നെമറ്റോഡ് ഉണ്ട്. ഈ നെമറ്റോഡ് ഉണ്ടാകുന്നത് നമ്മൾ ചെയ്ത ഓരോ തെറ്റുകളുണ്ടാകും. നമ്മൾ വാട്ടർ സോളുബിൾ ഫെർട്ടിലൈസർ യൂസ് ചെയ്ത പിന്നെയാണ് ഈ നെമറ്റോഡ് ഇവിടെ വന്നത്. അതിന് മുമ്പ് നെമറ്റോഡ് ഇല്ലാതെ. അതിന് മുമ്പ് ഇസ്രയേലിലേക്ക് വാട്ടർ സോളുബിൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തതാണ്. പക്ഷെ അവർ ഗ്രോ ബാഗിലെ യൂസ് ചെയ്തു, മണ്ണിൽ യൂസ് ചെയ്തില്ല. നമ്മൾ വാട്ടർ സോളുബിൾ ഫെർട്ടിലൈസർ കൂടുന്നതോറും നെമറ്റോഡ് കൂടിക്കൊണ്ടിരിക്കും. ഈ നെമറ്റോഡും ഫിസോറിയും ഒന്നോടൊന്ന് റിലേറ്റഡാണ്. നെമറ്റോഡ് ഉണ്ടെങ്കിൽ ഫിസോറിയ ഉണ്ടാകും, ഫിസോറിയ ഉണ്ടെങ്കിൽ നെമറ്റോഡ് ഉണ്ടാകും. പിന്നെ ഈ നെമറ്റോഡും ഫിസോറിയും ഉണ്ടെങ്കിൽ പിത്തിയം പൈറ്റോത്തോറ ഉണ്ടാകും. നെക്സ്റ്റ് വരുന്നതാണ്. അപ്പൊ നമ്മളൊരു കാമ്പായിട്ട് ഞാൻ ഇതിന് കൊടുത്തിട്ടുണ്ട്. ഇത് ഡീകമ്പോസർ. ആദ്യം ഞാൻ പറഞ്ഞ പോലെ ഓർഗാനിക് കാർബൺ നല്ലവണ്ണം നടക്കണമെങ്കിൽ ഡീകമ്പോസ് ചെയ്യണം. പിന്നെ ബൾബും പിന്നെ നമ്മൾ ഉരുക്കിയിടുന്ന തട്ടയിലൊക്കെ ഒടിഞ്ഞു പോകാനായിട്ട് ഡീകമ്പോസർ ഉപയോഗിക്കണം. ഡീകമ്പോസറിന്റെ കൂടെ നെമറ്റോഡ് ഉപയോഗിക്കണം. എന്ന് വെച്ചാൽ നെമറ്റോഡ് എല്ലായിടത്തും ഉണ്ട്. പിന്നെ ഉള്ളത് മെൽഡൗൺ. ഞാൻ പറഞ്ഞായിരുന്നു വേൾഡിൽ അധികം സെയിൽ ചെയ്യുന്ന പ്രോഡക്റ്റാണ് മെൽഡൗൺ. അതിന്റെ ടെക്നിക്കൽ ബാസിലസ് സബ്റ്റിലസ് എന്നാണ്. നെക്സ്റ്റ് ഉള്ളത് ബയോഗ്ലാസ് എന്ന് പറയും. ട്രൈക്കോഡർമ അർഷിയാണ്. ഇത് പൈറ്റോത്തോറയ്ക്കുള്ളത്. കിഴങ്ങുകളിൽ, വേരുകളിൽ, തട്ടമറിച്ചൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ട്രൈക്കോഡർമ അർഷിയാണ് നല്ലതാണ്. പിന്നെ വാമച്ചൽ. ഈ വാമച്ചലി തൊട്ടടുത്തുള്ള പാസ്പേഴ്സ് ഒക്കെ അപ്ടേക്ക് ചെയ്ത് കൊടുക്കും. റൂട്ട് സോൺ നല്ലവണ്ണം ഡെവലപ്പ് ആകും. ഇതൊരു ഇയർലി ട്വൈസ് ചെയ്യുവാണെങ്കിൽ അത്യാവശ്യം നിങ്ങൾക്ക് പ്രാബല്യത്തിൽ നിന്ന് മാറി നിൽക്കാം. ചെയ്യേണ്ട സമയം എന്ന് പറയുന്നത് 1 ഡിസംബർ പിന്നെ മെയ് മാസം. ഇതാണ് നമ്മൾ കൂടുതൽ ഇത് റെക്കമെൻഡ് ചെയ്യുന്നത്. ഈ 2 സമയം ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് സീസണിൽ വരുന്ന മാക്സിമം പ്രശ്നം നമുക്ക് ഇതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റും. അതായത് ഡീകമ്പോസർ, നെമറ്റോഡ്, മിൽഡൗൺ, ബയോഗ്ലാസ്, വാമച്ചലി. മിൽഡൗൺ എന്ന് പറയുന്നത് ബാസിലസ് സബ്റ്റിലസ് ആണ്. നെമറ്റോഡ് എന്ന് പറയുന്നത് വെറ്റിസിലിയം ക്ലംബോസ്പോറിയം ആണ്. ബയോഗ്ലാസ് എന്ന് പറയുന്നത് ട്രൈക്കോഡർമ അർഷിയാണ്. വാമച്ചലി എന്ന് പറയുന്നത് വെസ്കുലർ അക്കുലർ മൈക്രോബിഷ്യം. ഇതൊന്നും നമ്മൾ കൾച്ചർ ചെയ്യാൻ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതിന്റെ ഡോസ് എല്ലാം താഴെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ മേലിൽ എഴുതിയിരിക്കുന്ന എല്ലാ സംഭവങ്ങളും 100% ശരിയാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ സെന്താൾ ഡിസീസ് തട്ടയുടെ ഇടയ്ക്ക് വെച്ച് ഒടിയുന്നത്, തട്ടയിൽ സ്ക്രാച്ചിങ് വരുന്നത്, ഇലയുടെ അടിയിൽ കൂടെ ഒരു ബ്രൗൺ കളറിൽ ഒരു ഇത് വരുന്നത്. പിന്നെ ചാർത്തയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ചാർത്തയിൽ ഒരു റെഡ് കളറിൽ ഒരു മാർക്ക് ഉണ്ടാകും, അവിടെ വെച്ച് പൊള്ളിപ്പോകുന്നത്. ഇതൊക്കെ പിത്തിയം ഫിസോറിയത്തിന്റെ പ്രശ്നങ്ങളാണ്. സ്പ്രേ ചെയ്താണ് കൊടുക്കുന്നതെങ്കിൽ അതിനുള്ളതും കൊടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ പ്രശ്നങ്ങൾ അടുത്ത പേജിലുണ്ട്. മിൽഡൗൺ ബാക്ടീരിയ ബയോഗ്ലാസ്. ഇപ്പം ഒരു ചിലർക്ക് നെമറ്റോഡ് ഇല്ലാതിരിക്കും, അല്ലെങ്കിൽ വേർപൂളും ഇല്ല, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല, ഇത് മാത്രമേ എനിക്ക് പ്രശ്നമുള്ളൂ, പിത്തിയം ഫിസോറിയം പൈറ്റോത്തോറയുടെ പ്രശ്നം മാത്രം ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് മിൽഡൗൺ ബാക്ടീരിയ ബയോഗ്ലാസ് യൂസ് ചെയ്യാവുന്നതാണ്. അതിന്റെ എന്താ അതിന്റെ യൂസ് എന്ന് പറഞ്ഞ് ഞാൻ ഇംഗ്ലീഷ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. സ്പ്രേയിങ് ഉള്ളത് താഴെ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഈ ട്രൈക്കോഡർമ ഒരു കാരണവശാലും നമുക്ക് സ്പ്രേ ചെയ്യാൻ പറ്റത്തില്ല, മണ്ണിൽ മാത്രമേ പ്രയോഗിക്കത്തുള്ളൂ. രണ്ടും കമ്പറ്റബിൾ ആണ്. ഒത്തിരി പേര് പറയുന്നത് ട്രൈക്കോഡർമയും സൂഡോമോണസും ചേർത്തില്ലെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊന്നുമില്ല. രണ്ടും കമ്പറ്റബിൾ ആണ്, ചേർത്ത് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ലാസ്റ്റ് പേജ് അസറ്റോപ്ലസ് പ്ലസ് സൂഡോമോണസ് സ്പ്രേയിങ് പറഞ്ഞു കൊടുക്കുന്നത്. ഈ അസറ്റോപ്ലസ് അതുപോലെ തന്നെ സൂഡോമോണസ്, ഈ അസറ്റോപ്ലസ് നമുക്ക് 12 മാസം ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് അസറ്റോപ്ലസ്. ഇതിന്റെ പ്രവർത്തനം എന്താണെന്ന് വെച്ചാൽ, അസറ്റോപ്ലസ് എന്ന് പറഞ്ഞ ബാക്ടീരിയ ആണ് അകത്തുള്ളത്. ഇത് അത്യാവശ്യം നമുക്ക് ആരംഭിനെ കൂമ്പ് നീട്ടിക്കാനും, വെയിലിൽ നിന്ന് പ്രൊഡക്റ്റ് ചെയ്യാനും, മഴയിൽ നിന്ന് പ്രൊഡക്റ്റ് ചെയ്താലും, അധികം ഉൽപ്പാദനം കൂട്ടാനും, അതുപോലെ തന്നെ ഫ്ലവറിങ് കൂട്ടാൻ വേണ്ടിയിട്ടും ഇത് ഉപയോഗിക്കാൻ കഴിയും. പിന്നെ വേനൽക്കാലത്താണെങ്കിൽ ഇതും സൂഡോമോണസും കൂടെ ചേർത്ത് സ്പ്രേ ചെയ്യുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ചെടിക്ക് ഒരു പച്ചപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകും.
അതായത് ത്രോട്ടിനെ അത്യാവശ്യം നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റും. പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞായിരുന്നു DAPയുടെ കൂടെ അല്ലെങ്കിൽ ഫോസ്ഫറസ് വളം നമുക്ക് ആവശ്യപ്പെടുമ്പോൾ വാമും അതുപോലെ തന്നെ പാസ്പോബാക്ടീരിയവും മിക്സ് ചെയ്ത് ഒളിച്ചു കൊടുക്കാൻ പറഞ്ഞായിരുന്നു. അതാണ് നമുക്ക് രാജവളമാണ് ഇട്ട് കൊടുക്കുന്നെങ്കിൽ ഈ പറഞ്ഞ വാക്സെറ്റിയും സോയിൽ അപ്ലിക്കേഷനായിട്ട് പോസ്റ്റും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ആ വാം വെച്ചിട്ട് ഗ്രാനുകളാണ് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് പെർ പ്ലാന്റിന് 100 ഗ്രാം വേണം. ഉണ്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിച്ചു ചോദിക്കാം, അല്ലെങ്കിൽ വിളിച്ചാൽ അവർ അതിനുള്ള റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. വേറെ എന്തെങ്കിലും സംശയം ഉണ്ടോ സാറേ? ഇല്ല. ഓക്കെ, ഇത്ര സമയം ഞാൻ പറഞ്ഞത് കേട്ടതിന് വളരെ